കർണാടകയിലെ കാർവാർ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് അർജുന്റെ മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തിച്ചത് ഈ ആംബുലൻസിലാണ്. ഇത്രയും ദൂരം 500 കിലോമീറ്ററിലേറെ ദൂരം ആംബുലൻസ് ഓടിച്ച ഡ്രൈവർ ഇപ്പോൾ മീഡിയ വണിനൊപ്പം ചേരുകയാണ്. ഷംസുദ്ദീൻ, ഇന്നലെ വൈകിട്ട് 6 മണി സമയത്താണല്ലേ അവിടെ നിന്ന് പുറപ്പെടുന്നത്? 6 മണിക്ക് അവിടുത്തെ ഇതാക്കിയിട്ടുണ്ട്. 6 മണിക്ക് വരുന്ന വഴിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വരുന്ന വഴിക്ക് കേരളത്തിനപ്പുറത്ത് തന്നെ കർണാടകയിൽ തന്നെ പലയിടത്തും ആളുകൾ റോഡരികിൽ നിൽക്കുകയും അർജുൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? ചെയ്തിട്ടുണ്ടാവും. അവിടെ അവർ ഹയസ്റ്റായിട്ട് അവർ പോകുന്ന റോട്ടിൽ അവർ ചായ കുടിക്കാനെല്ല നിൽക്കുന്ന സ്ഥലത്തിൽ അവർ ആൾക്കാർ എൻ്റെ വണ്ടിയും കൊണ്ടായിട്ട് കോൾ വിളിച്ചോന്ന് പറഞ്ഞിട്ട് അവർ ചായ കുടിച്ചിട്ട് പോകുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഞാൻ നോക്കാം പറഞ്ഞിട്ട് എനിക്ക് ഡീസിൻ്റെ വാട്ടർ ഉണ്ടോ പറഞ്ഞിട്ട് ഓടെ നിപ്പാട്ടെന്ന് പാടില്ല പറഞ്ഞിട്ട് ഡീസിൻ്റെ വാട്ടറിന് പറഞ്ഞ അവരെ ഇതാക്കിയിട്ട് ഞാൻ മുന്ന് പോകാനാവണില്ല അങ്ങോട്ട് പറഞ്ഞിട്ട് ಮತ್ತೆ കുറേ ആൾ കോളാക്കി ഞാൻ പോലീസ് അവരൊಟ್ಟಿಗೆ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതായെന്തുണ്ടാ പറഞ്ഞിട്ട് ഓക്കെ 2 മിനിറ്റ് ടൈം കൊടുത്തിട്ട് പോവാണ്ട് പറഞ്ഞവർ പോലീസ് അവർ. ശിരൂരിൽ ഇങ്ങനെ ഒരു മണ്ണിടിച്ചിലുണ്ടായതും വലിയ അപകടമുണ്ടായതും അതിൽ അർജുൻ എന്ന മലയാളി കുടുങ്ങിയതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നു. അയാൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ടെല്ല പോകുന്നു. അപ്പോൾ പറഞ്ഞിട്ടെങ്കിൽ ആ റോഡ് ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളിൻ്റെ സ്ഥലത്തിൽ വിട്ടോന്ന് തിന്നതാണ് പറഞ്ഞ ഏത് എമർജൻസി പോകുന്ന ടൈൽ ആ റോഡ് ഫുള്ള് ബ്ലോക്ക് ചെയ്യും. കുറേ സമയം ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ഉള്ളിൻ്റെ റൂട്ടിലായിട്ട് പോകാൻ തിന്നതാണ്. ഇങ്ങോട്ടെത്തി കേരളത്തിലെത്തി കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചതിന് ശേഷം കണ്ണാടിക്കൽ എന്ന് പറയുന്ന സ്ഥലമാണിത്. കണ്ണാടിക്കൽ അങ്ങാടിയിലെത്തിയപ്പോൾ വലിയ കൂട്ടം ജനങ്ങൾ തന്നെ അർജുന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. ഇത്ര വലിയൊരു ജനക്കൂട്ടം, നേരത്തെയും മൃതദേഹങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാകും, പല പ്രമുഖരുടെയും മൃതദേഹങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടാകും. ഇത്ര വലിയൊരു ജനക്കൂട്ടം എപ്പോഴെങ്കിലും ആംബുലൻസിന് ചുറ്റും തടിച്ചുകൂടിയൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനത്തെ കേസ് കൊണ്ടുപോകാൻ നിൽക്കുന്നത്. പറഞ്ഞ ഇത്ര ആൾക്കാരിൻ്റെ നോക്കുന്നത് ഇതേ ഫസ്റ്റ് ടൈമാണ്. പറഞ്ഞ് നോക്കിയിട്ടുണ്ടായെങ്കിൽ കേരള പറയുമ്പോഴത്തേക്കും അവിടെ മനസ്സിലായി തിന്ന് പറഞ്ഞിട്ടെങ്കിൽ ആൾക്കാർ ക്രൗഡായി തിക്കു അർജുൻ കഴിച്ച് വെയിറ്റ് ആക്കി തിക്കു ഞാൻ ഒരു അങ്ങ് ഇവിടേക്ക് സേഫ് ആയിട്ട് റീച്ച് ആവുന്നുണ്ട്. ഞങ്ങൾ പറയുന്ന സേഫ്ലി ആയിട്ട് റീച്ച് ആവുന്നത്. ഈ അർജുൻ ഇങ്ങനെ അപകടത്തിൽ കുടുങ്ങിയതും വാർത്തയൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ അർജുന് വേണ്ടി ഇത്രയും ഹൃദയവേദനയോടുകൂടി ജന്മനാട്ടിൽ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്, ഇത്രയേറെ ആളുകൾ കാത്തിരിക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും മനസ്സിലായിരുന്നോ? ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് അങ്ങനെ തോന്നിയിരുന്നോ? പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്തിൽ ഇല്ലിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ എൻ്റെ ഈശ്വർ മൽപ്പന്നല്ലേ അവർ ടീം അവരൊട്ടിക്ക് ചോദിച്ചു എന്തായി എന്ത് വിഷയമായി എന്ത് കിട്ടിയാ അല്ല വണ്ടി കിട്ടിയാ അവർ ചോദിച്ചോ എന്നതാ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇത് ICU വണ്ടിയാണ് പറഞ്ഞിട്ടെങ്കിൽ കുട്ടികളതെല്ലാം കൊണ്ടുപോകുന്നത് പറഞ്ഞിട്ടെങ്കിൽ ആ സമയത്ത് ഞാൻ വേറെ ഡ്രൈവർ ഇട്ട് കറത്തുന്നത് ആവുന്നില്ല പറഞ്ഞിട്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ സിസ്റ്റമിൻ്റെത് സ്വിച്ച് അത് ഇതെല്ലാം അവർക്ക് അറിയുന്നില്ല. പറഞ്ഞ എമർജൻസി ആയിട്ട് പറഞ്ഞിട്ടെങ്കിൽ കുറേ കുട്ടികൾ അതേ ടൈമിൽ കുറേ കുട്ടികളെ ഞാൻ ബാംഗ്ലൂർക്ക് ഇതൊക്കെല്ലാം ഷിഫ്റ്റ് ആക്കി. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഒന്ന് ഇൻക്വയറി ആയിരിക്കുന്ന സമയത്ത് ഞാൻ പോകുന്നില്ല. അങ്ങോട്ട് പോകുന്ന സമയത്തേക്ക് അവിടെ നോക്കിയിട്ടെല്ലാം ഞാൻ പോകും. ആ സമയത്തേക്ക് ഈ കണ്ണാടിക്കൽ അങ്ങാടിയിൽ നിന്ന് അർജുന്റെ ഈ വീട്ടിലേക്കുള്ള പോക്കറ്റ് റോഡ്, ആ റോഡിന്റെ ദൂരം ഒരു 1.5 കിലോമീറ്റർ മാത്രമാണ്. പക്ഷെ 8:15 കണ്ണാടിക്കലിൽ നിന്ന് പുറപ്പെട്ട് വീട്ടിലേക്ക് ആംബുലൻസ് എത്തുമ്പോൾ സമയം 9 മണിയായി. 3/4 മണിക്കൂറാണ് ഈ 1.5 കിലോമീറ്റർ മാത്രം താണ്ടാൻ നമുക്ക് എടുക്കേണ്ടി വന്നത്. അത്രയേറെ ജനങ്ങൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു, ആംബുലൻസിന് പിന്നാലെ ഉണ്ടായിരുന്നു അല്ലേ? അത് അത്ഭുതപ്പെടുത്തിയോ കണ്ടപ്പോൾ? പറഞ്ഞിട്ട് അവിടെ നെറ്റ്വർക്ക് പ്രോബ്ലം കുറേ ഉണ്ട്. പറഞ്ഞിട്ടെങ്കിൽ അവിടെ ഏതേ സിമ്മു നെറ്റ്വർക്ക് ഇക്കുന്നില്ല. ഓരോ സ്ഥലത്തിൽ നെറ്റ്വർക്ക് ഇക്കോ പറഞ്ഞിട്ട് എമർജൻസി കോಲ್ ಹಾಕನ್ പറഞ്ഞ് ഏത് എമർജൻസി അത് വണ്ടി ಇನ್ನೆಲ್ಲ അതിൽ ഇട്ടൊന്ന് പോവാം. അത് വിട്ടിട്ട് ആംബുലൻസിಗೆ വെയിറ്റ് ആക്കിയാൽ എമർജൻസിക്ക് അങ്ങനത്തെ പറഞ്ഞിട്ട് നെറ്റ്വർക്ക് ഇക്കുന്നില്ല. ആ സമയത്തേക്ക് ആൾക്കാർ അവർ നോക്കിയിട്ട് ഒരു വണ്ടിയിൽ എത്ര ആൾക്കാരുടെ നോക്കിയിട്ടുണ്ട്. ഒരു ആക്സിഡന്റ് ആയിട്ട് നിണ്ടേല് പറഞ്ഞിട്ട് ഞാൻ ഒരു ಬೇರೆ ട്രിപ്പ് പോയിട്ട് വരുന്ന സമയത്തേക്ക് അവിടെ ആക്സിഡന്റ് ആയിട്ട് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ആയിത്തിക്കു. ആൾക്കാർ അവിടെ നിന്നിട്ട് കാലി വീഡിയോ എടുത്തോಂತ ഫോട്ടോ എടുത്തോಂತ അതിക്കു. അതേ ആൾക്കാർ അവർ വണ്ടി ഉണ്ട് അതിൽ ഹോസ്പിറ്റൽ കുറ്റം പോകുന്നില്ല, ആംബുലൻസ്ಗೆ വെയിറ്റ് ആക്കും. പറഞ്ഞിട്ടെങ്കിൽ ಎಲ್ಲ പൊസിഷൻക്ക് ആംബുലൻസ് ಎಲ್ಲ ഫസ്റ്റ് ആക്സിഡന്റ് എന്തായാലും ഫസ്റ്റ് വരുന്നത് ആംബുലൻസ് ഉണ്ട്. ಹಂಗೆ ആൾക്കാർ എന്താക്കും ಅದಕ್ಕೈತೆ വെയിറ്റ് ആക്കും.
ആംബുലൻസിಗೆ വെയിറ്റ് ആക്കും അവർ ഞാൻ ചോദിച്ചതേ അവസാനം നമ്മൾ വീട്ടിലേക്ക് എത്തുന്നതിന്റെ തൊട്ട് മുമ്പുള്ള പോക്കറ്റ് റോഡ് ഉണ്ടല്ലോ, ഇതുപോലത്തെ ചെറിയ പോക്കറ്റ് റോഡ്. ആ പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് 1.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ്. അത്രയും ദൂരം നമുക്ക് ഓടിയെടുക്കാൻ എടുത്തത് 3/4 മണിക്കൂറോളം സമയമെടുത്തു. അത്രയേറെ ആളുകൾ ഈ ആംബുലൻസിന് ചുറ്റും ഉണ്ടായിരുന്നു, പിന്നിലും മുന്നിലുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത്രയേറെ ജനങ്ങൾ നിങ്ങളുടെ വണ്ടിയിലുണ്ടായിരുന്ന അർജുന് വേണ്ടി കാത്തിരിക്കുന്നവരായിരുന്നു. അത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നോ? ഇത്ര ഇതാവുന്നു, ഞാൻ ബ്ലോക്ക് ആവുന്നു, ഇത്ര ആൾക്കാർ ചേരുന്നു, ഇത്ര മീഡിയದ ആൾക്കാർ വരുന്നുണ്ട് ഞാൻ ഇതാക്കിയിട്ടില്ല. ಮತ್ತೆ ആൾക്കാർ ബറു അതിന്റെ ഈ ടൈപ്പിന്റെ ആൾക്കാർ ഇത്ര ഒരു എന്ത് പറഞ്ഞാലും ഒരു 2-3 ആൾക്കാർ കൂടുതലാവും. അതിന്റെ റോഡിൽ ഫുള്ള് ബ്ലോക്കാ. എന്നിട്ട് അവിടുത്തെ ഇവിടേക്ക് വരാൻ എന്തില്ല പറഞ്ഞ ഒരു മണി വേനായി. കാലി ഒരു 5-3 കിലോമീറ്റർ വരാൻ ഒരു മണി വേനായി. എന്നിട്ട് അത്ര ബ്ലോക്ക് ഇന്ന് ആൾക്കാർ അത്ര ക്രൗഡ് ഇന്ന്. ഷംസുവിന്റെ നാട് എവിടെയാണ്? എന്റേത് മണിപ്പാല്, ഉടുപ്പി. എത്ര വർഷമായിട്ട് ആംബുലൻസ് ഡ്രൈവറാണ്? ഞാനിപ്പോ ഒരു 6 വർഷമായി. ഏതായാലും ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണല്ലേ, എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. പറഞ്ഞിട്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് വേറെ ഒരു വണ്ടിയിൽ ഇന്ന് ഇപ്പൊ ഓണായിട്ട് ഇതാക്കി ಅಂತಂದ വണ്ടി. ഏതായാലും ഷംസുദ്ദീനാണ്, ഉടുപ്പി സ്വദേശിയായ ഷംസുദ്ദീനാണ് ആംബുലൻസിൽ കാർവാർ ഗവൺമെന്റ് സർക്കാർ ആശുപത്രിയിൽ നിന്ന് സുരക്ഷിതമായി ഈ ആംബുലൻസ് കണ്ണാടിക്കലിൽ അർജുന്റെ വീട്ടിലേക്ക് എത്തിച്ചത്. അർജുന്റെ മൃതദേഹവുമായി വന്നത് ഈ ആംബുലൻസ് ആണ്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1 കോഴിക്കോട്.